നമ്മൾ സാധാരണയായിട്ട് പ്രസംഗങ്ങളൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാണ്? വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേര് പറയും. അത് കഴിഞ്ഞ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇതിനെക്കുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞു തുടങ്ങും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പബ്ലിക് സ്പീക്കിങ്ങിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് ആൾക്കാർ കേൾക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളത്. അതെങ്ങനെ പറ്റും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് ഞാൻ പറയാം. എത്ര വലിയ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ പോലും, നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ പോലും, അതിനെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഉദാഹരണത്തിലൂടെ തുടങ്ങാൻ പറ്റും. ഇറാൻ അമേരിക്ക സംഘർഷത്തെക്കുറിച്ചാണ് നമ്മൾ ആ വേദിയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, അല്ല ചായ ഒന്നും കുടിക്കണില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അല്ല പുറത്തുനിന്ന് കഴിക്കാൻ നേരം വൈകി. എവിടെ നിന്ന് എനിക്ക് പുറത്തുനിന്ന് ചായ ഇട്ടാൻ പോണു? വേണമെങ്കിൽ ഇവിടുന്ന് കുടിച്ചിട്ട് പോയിക്കോ. അമ്മ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ശരിയാണല്ലോ, ചായയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പാചകവാതകത്തിന് കിട്ടാനും ഇല്ല, അതിന് വിലയും കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. വേദിയിൽ സംസാരിക്കുന്നയാൾ നമ്മുടെ ഭാഷയിൽ, നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ നമ്മളോട് സംവദിക്കുമ്പോൾ, അയാളുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളും കണക്ട് ചെയ്യും, അല്ലേ? ഇങ്ങനെയാണല്ലോ ഉണ്ടായിട്ടുള്ളത്, വീട്ടിലും ഇതേ അവസ്ഥയാണല്ലോ ഉള്ളത്. നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആളുകൾ പെട്ടെന്ന് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും. നമ്മൾ പറയുന്നത് ആളുകൾ കേൾക്കും. ഇനി എന്താണാവോ ഇയാൾക്ക് പറയാനുള്ളത് എന്ന് ആളുകൾ ക്യൂരിയസ് ആവും. റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് തുടങ്ങുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ അതുപോലെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കാണുമ്പോൾ പിന്നെ നമുക്കൊരു ധൈര്യമാണ്. അപ്പോൾ നമുക്ക് അവരുമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ട്, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റും. സോ ഇത് ഓർത്ത് വയ്ക്കൂ. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഗൗരവമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതൊരു ആർട്ട് ഫോമാണ്, ഒരു കലയാണ്. അവിടെ നിങ്ങൾ പെർഫോം ചെയ്യുന്നത് മുന്നിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പബ്ലിക് സ്പീക്കിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് പ്ലീസ് ഡു ഫോളോ.